എന്റെ അഭിപ്രായം പെൻഷൻ പ്രായം കൂട്ടരുത് ഒരിക്കലും. 50 വയസ്സാക്കണം എന്നാണ് ഇത്. ഏതെങ്കിലും സർക്കാർ നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ജോലിക്ക് അപേക്ഷിക്കാൻ അവർ ചോദിക്കുന്ന പ്രായം എഴുതി 18, 35, 40 വയസ്സ് വരെ 45 വയസ്സ് വരെ ഉള്ളവരെയൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ ഈ സർക്കാർ ജോലിക്കാർ ഇങ്ങനെ പ്രായം 60, 65 ആക്കി കഴിഞ്ഞാൽ ഈ ഉള്ള ബാക്കി വന്ന ആൾക്കാർക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റും? ഞങ്ങളൊരു സ്വയം സംരംഭം തുടങ്ങി. അത് കാരണം ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. കുടുംബശ്രീ വഴിയായിട്ട് ഞങ്ങളൊരു പലകാര യൂണിറ്റ് തുടങ്ങി. ഞങ്ങൾ ജോലി സ്വയം കണ്ടുപിടിച്ച് ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. അതുകൊണ്ട് ഒരിക്കലും പെൻഷൻ പ്രായം കൂട്ടരുതെന്നാണ് എന്റെ അഭിപ്രായം. ചവറ കേട്ടോ? ഇത് രാജ്യത്ത് ഒരു ഏകീകൃത സ്വഭാവം ഇതിന് വരണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഒരു രാജ്യം ഏകീകൃതം പറഞ്ഞ് നിങ്ങൾ ഒരു മാജിക് അല്ല, അത് വരണം. നന്ദു അതിന് തന്ത്രമുണ്ട്. ഒരു രാജ്യം ഒരു രാജ്യത്ത് വ്യത്യസ്തമായ അതിന് മാത്രം ഒരു രാജ്യം ഒരേ അങ്ങനല്ല. എസ്കാൻ പേടിക്കണം. 5 കൊല്ലം കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. എല്ലാരും 60 ആവും. 5 കൊല്ലം കഴിഞ്ഞാലല്ലേ? ഇപ്പൊ 2030 കൂടി എല്ലാവരും ഭാഗമായിട്ട് 56 വയസ്സ് ആ സമയമാകുമ്പോഴത്തേക്കും വരും. അല്ലാതെ അത് ഭംഗിയാണ് നിങ്ങൾ അത് പറയണ്ടേ. ഏകീകൃതമായിട്ടുള്ള ഒരു പെൻഷൻ ഏജും കൂടി വന്നാൽ മതി. ഏകീകൃതമായിട്ട് പറയണോ അതിനകത്ത്? നമ്മൾ അവസാനിപ്പിക്കുമ്പോഴാണ്. റെഡി, പറഞ്ഞോ. ഗവൺമെന്റ് ജോബ് അട്രാക്റ്റീവ് ആവുന്നത് സാലറിയും അലവൻസും മാത്രമല്ല ജോബ് സെക്യൂരിറ്റി കൂടിയാണ്. ഈ ജോബ് സെക്യൂരിറ്റി പ്രൈവറ്റ് സെക്ടറിൽ ലഭിക്കാത്ത കാരണമാണ് 57 ലക്ഷം 55 ലക്ഷം ആൾക്കാര് യുവജനങ്ങള് PSC പോർട്ടലിൽ അപ്ലൈ ചെയ്തിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഈ ജോബ് സെക്യൂരിറ്റി പ്രൈവറ്റ് സെക്ടറിൽ ഓഫർ ചെയ്യാൻ ഗവൺമെന്റിനും പ്രൈവറ്റ് സെക്ടറിനും കൂടി ആലോചിച്ച് അങ്ങനെ ഓഫർ ചെയ്യാൻ, ജോബ് സെക്യൂരിറ്റി ഓഫർ ചെയ്യാൻ സാധിച്ചാൽ ഈ PSCക്ക് വേണ്ടി 20,000 പോസ്റ്റിന് വേണ്ടി 37 ലക്ഷം പേര് കാത്തിരിക്കുന്ന അവസ്ഥ അവസാനിക്കുമെന്നാണ് പറയുന്നത്. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ അത്തരത്തിലേക്ക് ഈ മൾട്ടിനാഷണൽ കമ്പനികളെ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന തരത്തിലേക്കും അവർക്ക് ഗ്രാറ്റുവിറ്റി അതുപോലുള്ള ആനുകൂല്യങ്ങൾ ഇൻസെന്റീവ് കൊടുക്കുന്നത്, അവർക്ക് വാർഷികമായിട്ടുള്ള വേതന വർധനവ് കൊടുക്കുന്നത്, അവരെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റിന് കപ്പാസിറ്റി ഉണ്ടാവണം. ഗവൺമെന്റ് അത്തരത്തിൽ മാറണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. രാജ്യത്ത് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിയിൽ ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ വലിയ രീതിയിലൊക്കെ സംസാരിച്ചു. അദാനിക്കും റിലയൻസിനും അല്ലാതെ മറ്റൊരു സംവിധാനത്തിനും ഇവിടെ നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത്. അവിടെ തന്നെ ജീവനക്കാർക്ക് നേരത്തെ പറഞ്ഞ ലേബർ കോഡൊക്കെ വന്ന സ്ഥിതിക്ക് അവർക്കൊരു സുരക്ഷിതത്വമില്ലാത്ത രീതിയിലേക്ക് ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ലേബർ കോഡ് വന്നതോടുകൂടി ഈ പറഞ്ഞ തൊഴിലാളികളുടെ അവകാശങ്ങളെല്ലാം പോയി. ഇപ്പൊ നോയിഡയിൽ സമരം നടക്കുകയാണ്. ബാക്കിയുള്ള സാംസങ് തൊഴിലാളികൾ സമരം തമിഴ്നാട്ടിൽ നടന്നു. അവിടെ തൊഴിലാളികൾക്ക് സമയം 8 മണിക്കൂർ ജോലി എന്നുള്ളത് മാറ്റി 12 മണിക്കൂർ വരെ ആക്കി. അവർക്ക് ഇഷ്ടമുള്ള കൂലി കൊടുക്കാൻ തീരുമാനിച്ചു കേന്ദ്ര ഗവൺമെന്റ്. ഇതിനെതിരെ ഒന്നും പ്രതിഷേധിക്കാത്തവരാണ് ഇവിടെ വന്നിരുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശക്തമായ സമരം നടക്കുന്നത് ഇവർ ഈ പറഞ്ഞ CITU-കാരാണ് അവിടെ സമരം ചെയ്യുന്നത്. ഈ പറഞ്ഞ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞ അതിൽ തിരുത്തുണ്ട്. ഉമ്മൻചാണ്ടിയുള്ള ഗവൺമെന്റ് സമയത്ത് ആശാ പ്രവർത്തകന്മാർക്ക് ഈ പറയുന്ന ജോലി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞേട്ടെ ഈ ഗവൺമെന്റ് ഈ പറയുന്ന ആരോഗ്യ വകുപ്പിലേക്കുള്ള പല ചുമതലയും ഏൽപ്പിച്ചത് ആശാപ്രവർത്തകന്മാരെയാണ്. അവിടുന്ന് അവർക്ക് കിട്ടേണ്ട സാമ്പത്തികം കൊള്ളയടിച്ചിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഒരു നയാ പൈസ കൂട്ടാതെ ഇപ്പം കൂട്ടിയപ്പോ ആ തരത്തിലേക്ക് സംസാരിക്കുന്നതിനാണ് ഇതാണ് നുണപ്രചരണം. 1000 രൂപയാണ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്നത്. അതിനുശേഷം 5000 രൂപ വർദ്ധിപ്പിച്ചു ഒന്നാം പിണറായി ഗവൺമെന്റ്. അതിനുശേഷം ഇപ്പൊ 3000 രൂപ വർദ്ധിപ്പിച്ചു 8000 രൂപയായി. 15000 രൂപ കിട്ടും. ഇവര് 21,000 രൂപ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവരുടെ മുഖ്യമന്ത്രി സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ 3000 രൂപ മാത്രം കൊടുത്തിട്ട് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചിട്ട് പോയിരിക്കും. ക്ഷേമ പെൻഷൻ 2500 പിന്നീട് വന്നിട്ടില്ല. അപ്പൊ ആ ടീമാണ് ഇപ്പൊ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളൊന്ന് ഭരിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം. ഞങ്ങളൊന്ന് ഭരിക്കട്ടെ. ഇറങ്ങിയില്ലല്ലോ.